ഞാനിങ്ങനെ കണ്ണെഴുതി പൊട്ടക്കൊത്തിട്ട് എങ്ങോട്ടാ പോകാൻ ഒരുങ്ങുന്നതെന്നല്ലേ. ഞാനേ പുതിയമ്പലത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ കാണാൻ പോവാണ്. ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് ഒരുപാട് കാലമായി. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോകുമ്പോഴാണ് ഒരു കൊല്ലത്തേക്കുള്ള വളയും മാലയും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങുന്നത്. സാരി ആയതുകൊണ്ട് തന്നെ ഒരു നാടൻ ലുക്ക് കിട്ടട്ടെ എന്ന് കരുതി കണ്ണെഴുതി. ബേസൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്. എന്റെ ഫേവറേറ്റ് ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. അതിനുവേണ്ടി നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ ഉപയോഗിച്ചു. പിന്നെ ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും കൂടി സ്മഡ്ജ് ചെയ്ത് സെറ്റാക്കി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഞാൻ ഇനി ഇടുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അമ്പലപ്പറമ്പിൽ പോവുക, നൊസ്റ്റാൾജിയ ഉണർത്തുക. കാര്യം ഞാനൊരു സിമ്പിൾ മേക്കപ്പാണ് ഉദ്ദേശിച്ചതെങ്കിലും ചെയ്തു വന്നപ്പോൾ അത് നല്ല ഹെവി ആയിപ്പോയി. ഉറങ്ങുമ്പോൾ പോലും മേക്കപ്പ് ഇട്ട് നടക്കുന്നെന്ന് എന്റെ വീട്ടുകാർ എന്നെ കുറിച്ച് അപവാദം പറയാറുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അത് 100% സത്യമാണ്. എനിക്ക് മേക്കപ്പ് ഇടാനും മേക്കപ്പ് ഇട്ട് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു മാല മാത്രം ഇടുന്നുള്ളൂ. കമ്മലും വളയും ഒക്കെ അമ്പലപ്പറമ്പിൽ നിന്ന് തന്നെ വാങ്ങാനാണ് പ്ലാൻ. അല്ലെങ്കിലും എനിക്ക് ഈ ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നൊന്നും അധികം ഇഷ്ടമല്ല. സ്വർണത്തിന്റെ വില 60,000 കടന്നുകൊണ്ട് തീരെ ഇഷ്ടമല്ല ഇപ്പോ. മുടി ഷോർട്ട് ആയതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് താജ്മഹൽ ഒന്നും പണിയാനൊന്നുമില്ല. ഞാനിങ്ങനെ അഴിച്ചിടാറാണ് പതിവ്. റെഡിയായി, ഇനി അമ്പലത്തിലേക്ക്. ഓക്കെ അല്ലേ? അമ്പലത്തിലെത്തി. ഫുൾ ആൾക്കാരും ബഹളവും ലൈറ്റിങ്ങും മ്യൂസിക്കും ഒക്കെ ആയിട്ട് നല്ല കളറായിട്ടുണ്ട്. നൊസ്റ്റാൾജി ഉണർത്താൻ പറ്റിയ വൈബ്. ഞാൻ കുറേ നേരം 4 വശത്തോടെ നടന്ന് എല്ലാം നന്നായിട്ട് നോക്കിക്കണ്ട് ആസ്വദിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി. അതിനിടയ്ക്ക് അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ഒരാൾ കമ്മല് വിൽക്കുന്നുണ്ട്. ആളുടെ കയ്യിൽ നിന്ന് കമ്മല് വാങ്ങി. ഈ കമ്മൽ കടയിൽ വന്ന് കുറേ നേരം ഞാൻ നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മല്. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എങ്കിലും അതിൽ നിന്ന് ഒരെണ്ണം തെരഞ്ഞെടുത്തു. 50 രൂപ കൊടുത്ത് വാങ്ങി. സാധാരണ ഞാനിങ്ങനെ ആൾക്കൂട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ ഓരോ ആൾക്കാരെയും ഓരോ മനുഷ്യരെയും ശ്രദ്ധിച്ചാണ് നടപ്പ്. പക്ഷെ ഇത്തവണ കൂടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ അറിയാതെ ക്യാമറയിലേക്ക് നോക്കും. അപ്പോൾ എനിക്ക് നാണം വരും. ഞാൻ അറിയാതെ ചിരിച്ചു പോകും ഗൈസ്. അമ്പലത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. അവിടെ ഒരു തേരുണ്ടായിരുന്നു, കളം ഉണ്ടായിരുന്നു, പിന്നെ പുറകിൽ പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു. ആനയൊക്കെ സൂം ചെയ്താണ് കണ്ടത്. കാരണം ആന ഇനി വല്ലതും വികൃതി കാണിച്ച് പടമാകണ്ടല്ലോ എന്ന് കരുതി. അതിനിടയ്ക്ക് ആരതി കൊണ്ടുവന്നു. അതൊക്കെ ഒഴിഞ്ഞു. അതിനിടയിൽ ഒരു അമ്മൂമ്മ എന്തിനോ എന്റെ കൈയിൽ കയറി പിടിച്ചു. എന്താന്നറിയില്ല, എന്നെ കണ്ടപ്പോൾ സ്നേഹം തോന്നിക്കാണും. അമ്പലത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തിനോ വേണ്ടി അക്ഷമരായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വേറൊന്നുമില്ല, അവിടെ ഗാനമേള ഇനി നടക്കാനുണ്ട്. അമ്പലപ്പറമ്പിൽ ഈ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും നൊസ്റ്റാൾജി ഉണർന്നു. പണ്ടൊക്കെ പുൽപ്പായും ടോർച്ച് ലൈറ്റും ആയിട്ട് നാടകം കാണാൻ പോയിരുന്ന ആ കാലമൊക്കെ ഓർമ്മ വന്നു. അമ്പലത്തിനുള്ളിൽ കയറിയെങ്കിലും ചന്ദനം കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളക്കിലെ എണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അമ്പലത്തിൽ നിന്നിറങ്ങി അടുത്ത പരിപാടിയിലേക്ക് പോയി. അടുത്ത പരിപാടി എന്താ? ഷോപ്പിംഗ്. അതിനുവേണ്ടി ഓരോ കടകളും എവിടെയാണെന്ന് ഞാൻ തപ്പി കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഒരു ഐസ്ക്രീമിന്റെ ഷോപ്പ് കണ്ടത്. അതിനടുത്ത കടയിൽ കുപ്പിവള വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് കരിവള തന്നെ വാങ്ങി. കടയിലെ ചേച്ചി എനിക്ക് കരിവളയൊക്കെ ഇട്ട് തരുമ്പോൾ ഈ പുറകെ നിന്ന് കോറസ് പാടുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, നിമീഷ് ആൻഡ് നിർമ്മൽ. പേരും രൂപവും കണ്ടറിയില്ലേ? ഇവർ സയാമീസ് ഇരട്ടകളായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് മാറിയതാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ അടുത്തൊരു ഷോപ്പില് നൊക്ലാഞ്ചി ഉണർത്തുന്ന പഴയകാല മിഠായികൾ. ദേ നോക്ക്, നാരങ്ങ മിഠായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഒരു പമ്പ് പ്രസ് ചെയ്യുമ്പോൾ ഒരു പട്ടി പൊങ്ങിച്ചാടുന്ന കളിപ്പാട്ടം? അത് ഞാൻ ഒരുപാട് തപ്പി, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ആ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ നേരെ ബജിക്കടയിലേക്ക് വിട്ട്. കോളിഫ്ലവർ ബജി ഓർഡർ ചെയ്തു. നല്ല ചൂടായെന്നുള്ളത് ശ്രദ്ധിക്കാതെ നേരെ എടുത്ത് വായിലേക്കിട്ടു. ഹൗ, നല്ല ചൂടായിരുന്നു. കുറച്ചധികം നാള് നോർത്ത് ഇന്ത്യയിൽ താമസിച്ചതുകൊണ്ട് എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. പാനിപ്പൂരിയെ പറ്റി പല അപവാദങ്ങളും നിലവിലുണ്ടെങ്കിലും എനിക്ക് പാനിപ്പൂരി ഇപ്പോഴും ഫേവററ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഓടിപ്പോയി വാങ്ങി കഴിച്ചു. അത്യാവശ്യം ബോറായിരുന്നു. ഒരു വഴിക്ക് വന്നതല്ലേ, അപ്പോൾ പിന്നെ മുളക് ബജിക്ക് ഒന്നും തോന്നണ്ടെന്ന് കരുതി അതും ഒരു പ്ലേറ്റ് വാങ്ങി. ഡയറ്റ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. അതിന്റെ കാര്യം തീരുമാനമായി. സ്പൈറൽ പൊട്ടറ്റോ ആയിട്ട് പൊരിഞ്ഞ യുദ്ധമായിരുന്നു. അത് കണ്ട് ഞാൻ ഓടിച്ചെന്നൊരു വാളെടുത്ത് സ്പൈറൽ പൊട്ടറ്റോ എടുത്ത് യുദ്ധം തുടങ്ങി. പക്ഷെ ലിപ്സ്റ്റിക് പോവാതെ ഇതൊക്കെ കഴിക്കുന്ന കുറച്ച് ടാസ്ക് തന്നെയാണ്. ഈ കുലുക്കി സർബത്തുകാര് അവരുടെ ഗ്ലാസ് മുകളിലേക്ക് എറിയുന്നതും പിന്നെ പറന്നു ചെന്ന് പിടിക്കുന്നതും പോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കത് കുറച്ചു നേരം പോയിരുന്ന് കാണാം. കഴിഞ്ഞോ? സാരമില്ല. 90s കിഡ്സിന്റെ ആദ്യകാല പാവയായ ഓറഞ്ച് പാവയെ തപ്പിപ്പോയി. കിട്ടിയില്ല. കിട്ടിയതാട്ടെ.
പിന്നെ ഓരോ കടയിലൂടെ ചെന്ന് വെറുതെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു നോക്കി. കമ്മലും വളയും വാങ്ങിച്ചത് കൊണ്ട് വേറൊന്നും ഞാൻ വാങ്ങിയില്ല. അപ്പോഴേക്കും ഗാനമേള തുടങ്ങി. അല്പം മ്യൂസിക് കേൾക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ പോയി നിന്നു. സ്റ്റാർ സിംഗർ ഫെയിം അരവിന്ദന്റെ ഗാനമേളയായിരുന്നു. അരവിന്ദൻ പാടുന്നു, ഓഡിയൻസ് ആടുന്നു. എല്ലാരും വരും, നമുക്ക് കുറച്ചു നേരം ഗാനമേള ആസ്വദിക്കാം. സ്റ്റേജിലുണ്ടായിരുന്നതിനേക്കാളും വെറൈറ്റി ഉള്ള കലാരൂപങ്ങളായിരുന്നു ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ എല്ലാവരും നോക്കി നിന്നത് ഭരതനാട്യം, ചവിട്ടുനാടകം, കുച്ചിപ്പുടി തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളും ഒത്തുചേർന്ന ഇവരുടെ ഡാൻസ് ആയിരുന്നു. അവര് മാത്രമല്ല, എന്റെ ഫേവററ്റ് സോങ് വന്നപ്പോ ഞാനും തുള്ളി. ഗാനമേളയല്ലേ, തുള്ളണം, ഇതൊക്കെ ഒരു ആചാരമല്ലേ. സ്റ്റേജിൽ ഈ പിങ്കിക്കുട്ടി പാടി തകർക്കുമ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാള് ശർവഞ്ചിരുത്തി കിടക്കുന്നു. കൊള്ളാം, നല്ലൊരു കാഴ്ചയായിരുന്നു. സയാമീസ് ഇരട്ടകൾ ആറാടുകയാണ് ഗെയ്സ്, ആറാടുകയാണ്. പിറ്റേന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. നല്ല ചൂട് തോന്നിയതുകൊണ്ട് ഒരു ലൈം സോഡയും കുടിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ പോയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം.